നമസ്കാരം പ്രശംസ. ഈ ഫാദർ നമസ്കാരം. പോൾ തേലക്കാട് നിരന്തരമായി സഭയെയും ഒപ്പം തന്നെ അങ്ങനെ പലതിനെയും വിമർശിക്കുന്ന കൂട്ടത്തിലാണ് പി.സി. ജോർജിനെയും കഴിഞ്ഞ തവണ വിമർശിച്ചു കണ്ടു. അതുകൊണ്ട് തന്നെ ഫാദർ പോൾ തേലക്കാടിന് പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് നല്ല ബന്ധമാണ് ഉള്ളത് എന്ന് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. കാസയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫാദർ പോൾ തേലക്കാടിന്റെ പൊതുവായുള്ള ഈ സമീപനങ്ങളെ എങ്ങനെ നോക്കിക്കാണും? ഈ പറയുന്നത് എല്ലാത്തിനകത്തും പുഴുക്കുത്തുകളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലച്ഛന്റെ ലോഹയിട്ട് ഒരുത്തനെ കഞ്ചാവ് പിള്ളേർക്ക് വിതരണം ചെയ്യുന്നതിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പോൾ തേലക്കാട് എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ലോഹ എടുത്തിട്ട് സഭയുടെ വക്താവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സഭയ്ക്കകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അല്പം പൈസ ഒക്കെ മേടിച്ചു തരാമെന്ന് ആരെങ്കിലും പറയുന്നതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് സഭയ്ക്കകത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ടോ എന്ന് സഭയ്ക്കകത്ത് ആൾക്കാർ പറയും. നമുക്കതിനകത്ത് വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു സഭയുടെ കുഞ്ഞാടിന് ഉതകുന്ന തരത്തിലുള്ള അഭിപ്രായമല്ല. സഭയിലെ കുഞ്ഞാടുകളെ നല്ല ഇവരെ വിളിക്കുന്നേ സഭയിലകത്ത് പള്ളിയിലച്ചന്മാർ അവരുടെ കീഴിൽ വരുന്ന ആൾക്കാർ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. ഇപ്പം പോൾ തേലക്കാടൻ കഴിഞ്ഞ ദിവസം KCBC സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പി.സി. ജോർജ് സംസാരിക്കും. പി.സി. ജോർജ് സംസാരിക്കുമ്പോൾ അതിനകത്ത് യാതൊരു തെറ്റും എൻ്റെ ഒരു ഭാഷയിലും സാധാരണക്കാരന്റെ ഒരു ഭാഷയിലും ഞാൻ കാണുന്നില്ല. ഇപ്പൊ ലക്ഷ്മിയെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ ലക്ഷ്മിയുടെ ഒരു വിഷയത്തെ പറ്റി ലക്ഷ്മിക്ക് അറിയാവുന്ന രീതി അതിനകത്ത് നല്ല ഗുണങ്ങൾ ഏത് വിഷയത്തിലാന്ന് വെച്ചാൽ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അതിനകത്ത് ഇന്ന രീതിയിൽ ആ ഒരു പ്രസംഗ വിഷയത്തിനകത്ത് കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചാൽ ആ കാര്യം റെഡിയാവും. ഏത് വിഷയം ഇപ്പം കല്യാണക്കാര്യമാണെങ്കിൽ കല്യാണം ഇന്ന രീതിയിൽ ഒരുക്കിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. അപ്പൊ ഇതുപോലെ ഈ മദ്യം മയക്കുമരുന്ന് അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഈ കാര്യങ്ങളെ പറ്റി സംസാരിച്ച് പി.സി. ജോർജ് പെൺകുട്ടികൾ വഴിതെറ്റി പോകുന്നതിന് മയക്കുമരുന്ന് കാരണമല്ലേ, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം കല്യാണപ്രായം പറഞ്ഞു, പെൺകുട്ടികൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ലവ് ജിഹാദിനെ പറ്റി ഒക്കെ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിനകത്ത് പലരും പല അഭിപ്രായം ആ വിഷയത്തെ പറ്റി പറഞ്ഞാണ്. മയക്കുമരുന്നിനകത്തുള്ള സ്വാധീനവും അതിനകത്ത് എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും, അതെങ്ങനെയൊക്കെ സമൂഹത്തെ ബാധിക്കുന്നു പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം വിശാലമായിട്ട് പറഞ്ഞതിനകത്ത് പെൺകുട്ടികൾ വഴിതെറ്റി പോകുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നത് ഈ മയക്കുമരുന്ന് മാഫിയാണ്, അതിനകത്ത് ഇവരെ കാരിയറായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പെൺകുട്ടികൾ അവരുടെ സഭയിലുള്ള പെൺകുട്ടികൾ പുള്ളിയുടെ ഒരു അഭിപ്രായം അനുസരിച്ച് പറഞ്ഞു. അതിനകത്ത് പെൺകുട്ടികൾ വിവാഹപ്രായം പുള്ളി തീരുമാനിച്ചിട്ടൊന്നുമില്ല. 25 വയസ്സിന് മുമ്പേ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടാൻ തയ്യാറാവണം. അത് പുള്ളിയുടെ ഒരു മാനസികാവസ്ഥയാണ്. പുള്ളിയുടെ ചിലപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ പുള്ളി ചെയ്യുന്ന കാര്യമാണ്. ഇത് പുള്ളി വിശാലമായിട്ട് പറയുന്നുള്ളൂ. അപ്പൊ ഈ തേലക്കാടൻ എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ ദിവസം പറഞ്ഞ പെൺകുട്ടികളുടെ വിവാഹപ്രായം തീരുമാനിക്കാൻ പി.സി. ജോർജിനെ ആരും ഏൽപ്പിച്ചില്ല. പി.സി. ജോർജിനെ അല്ല, തേലക്കാടനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. എന്റെ പൊന്ന് തേലക്കാട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. ആണിത്ര സമയമാകുമ്പോൾ കല്യാണം കഴിക്കണം, പെണ്ണിത്ര സമയമാകുമ്പോൾ കല്യാണം കഴിക്കണം. അത് കല്യാണം കഴിക്കേണ്ട പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എത്ര വയസ്സ് വരെ കഴിക്കാം എന്ന് തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായിരുന്നില്ല. അതിനകത്ത് ഇപ്പൊ പി.സി. ജോർജ് പറയുന്നത് 25 വയസ്സിന് മുമ്പേ കല്യാണം കഴിപ്പിക്കണം. തേലക്കാടൻ പറയുന്നു കല്യാണമേ കഴിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വേറെ തേലക്കാടൻ പറയുന്നു 28ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണം. അപ്പം ഈ തേലക്കാടൻ ഇപ്പൊ കല്യാണവും പെൺകുട്ടികളുടെ കാര്യവും മറ്റും ഒന്നുമല്ല വിഷയം. ഈ കാസ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞതുപോലെ തേലക്കാടന്റെ ശബ്ദം പി.സി. ജോർജ് എന്തിനു വേണ്ടി ശബ്ദിച്ചോ അതിനെതിരെ ഇൻഡയറക്റ്റ് ആയിട്ട് ശബ്ദിക്കുന്നു എന്ന് അദ്ദേഹം അച്ചാരം മേടിക്കുന്നു എന്ന് കാസ പറയുന്ന കാസയൊക്കെ പറയുന്ന ഇദ്ദേഹം കണ്ടത് അച്ചാരം മേടിക്കുന്നു, അദ്ദേഹം ഈ പറയുന്ന മുസ്ലിം ഭീകരവാദികളുടെ ആളാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരെ ബോധ്യപ്പെടുത്തണ്ടേ. ഞാൻ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് സഭയ്ക്കകത്ത് ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. അങ്ങനെയുള്ള ആളാണെങ്കിൽ അങ്ങനെ സംസാരിക്കും. ഈ വിഷയത്തിനകത്ത് ഇതുവരെ ഈ വിഷയം ഇത്രയും ഉറക്കെ ആര് പറയുമെന്ന് കണ്ടിരുന്നതും, അല്ലെങ്കിൽ ആ സഭയ്ക്കകത്തെ ചില പള്ളിയിലച്ചന്മാർ ഈ പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ലവ് ജിഹാദ്, ലഹരി ജിഹാദിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ട ഭീഷണിയും, അല്ലെങ്കിൽ ഒരു കൈവെട്ട് കേസിനകത്ത് ഒരു മാഷിനെ സംരക്ഷിക്കാതിരിക്കേണ്ട ഗതികേട് ആ സഭയ്ക്ക് വന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഒരു പ്രത്യേക സമുദായം, ഒരു പക്ഷെ നമ്മൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഇവരുടെ സഭയിലെ സ്കൂളുകളിലെയും കോളേജുകളിലെയും അവരുടെ ആൾക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. ഇയാൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചാൽ അത് ഒരു സഭയെ പ്രതിസന്ധിയിലാക്കുന്നു. ആ സഭയ്ക്കകത്ത് ഒരാളുടെ കൈ വെട്ടിയണൊക്കെ പോലും സഭയുടെ കാര്യം വെളിയിൽ പറയാൻ ഒരുപക്ഷെ അവരുടെ പ്രസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന രീതി, അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും ഒരു സമൂഹം, അതൊരു 5% വരുന്ന സമൂഹം ആ ടെററിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ ഭാഗം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആ സഭയെയും ആ സമൂഹത്തെയും ഉറക്കെ പറഞ്ഞ് രക്ഷിക്കാൻ നിൽക്കുന്ന ഒരാളായിട്ട് പി.സി. ജോർജ് മാറുക.
അവര് വിശ്വസിച്ചിരുന്ന ഈ കേരള കോൺഗ്രസും അവർ ജയിപ്പിച്ചു വിട്ട 8-9 എംപിമാരും അവർ ജയിപ്പിച്ചു വിട്ട 10-30 MLA-മാരും ഒന്നും ഇല്ലാത്ത സമയത്താണ് വെല്ലുവിളിച്ച് ആ അരമനയിലേക്ക് പ്രതിഷേധവുമായി ഇവിടുത്തെ PFI-ക്കാരൻ ചെന്നപ്പോൾ അതിന്റെ മുമ്പിൽ കയറി നിൽക്കുന്നു. മാഷിന്റെ കൈവെട്ടിയത് നെറുകേടാണെന്ന് പറയുന്നു. അതിനുശേഷം പള്ളിയിലച്ഛന്റെ നെഞ്ചത്ത് കുർബാന നടക്കുന്ന പള്ളിയിൽ അലപ്പുണ്ടാക്കാൻ കയറരുതെന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ യുവജനങ്ങളെയും തടഞ്ഞതിന് പള്ളിയിലച്ഛന്റെ നെഞ്ചത്ത് ബൈക്ക് വെച്ച കേസ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെന്നിരുന്ന് ഈ പറയുന്ന പള്ളിക്കാരെയും വികാരികളെയും വിളിച്ചിരുത്തി മറ്റേ ഭാഗത്തിന് വേണ്ടി സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യുമ്പോൾ അതും ശരിയല്ലെന്ന് പറയാൻ നിൽക്കുന്ന ഒരാൾ, ആ ആൾ ഈ പറയുന്നത് പോലെ BJP-യുടെ ഭാഗമായിട്ട് ഇപ്പം മാറുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇവർക്ക് ത്രെഡ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ന്യൂനപക്ഷം ചെറു ന്യൂനപക്ഷത്തിന് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ത്രെഡ് ഉണ്ട്. അതിന് കൂട്ടുപിടിച്ച് നിൽക്കുന്ന ആളാണ് ഇപ്പൊ കാസ പറഞ്ഞത്. കാസ ഇതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്കകത്ത് വ്യക്തത വരുത്തി പറയുന്ന ആളാണ്. അപ്പം അവര് പറയുന്നു, ഈ തേലക്കാടൻ പറയുന്ന പണ്ട് മുതലേ ഇസ്ലാമോഫോബിയയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒക്കെ ആളാണ്. അയാൾ ഈ സഭയ്ക്കകത്ത് നിന്നിട്ട് സഭയെ ഒറ്റുകൊടുത്തുകൊണ്ട് പൈസ മേടിച്ച് ജീവിക്കുന്ന ആളാണ്, സഭയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ്. അതുകൊണ്ടാണ് PC ജോർജിന് സഭ മൊത്തവും പിന്തുണ കൊടുത്തപ്പോൾ സഭയ്ക്കകത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടായ്മയുണ്ടായി ആ സഭയുടെ മുന്നോട്ടുള്ള പോക്കിന്, അതായത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ പോക്കിന് വളരെ കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ മുമ്പോട്ടുള്ള മോശമായ ചെയ്തികൾക്ക് തടയിടുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളെ ഒരുക്കുമ്പോൾ ആ ഒരുക്കത്തിനകത്തൊരു കുഴപ്പമുണ്ടാക്കി, ആ സഭയ്ക്കകത്തൊരു കുഴപ്പമുണ്ടാക്കി, ആ സഭയ്ക്കകത്ത് ഈ പോലും SDPI-ക്കാരെ സൃഷ്ടിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ഫാദർ തേലക്കാടിനെ ഈ പറയുന്ന കാസ ഉൾപ്പെടെയുള്ളവരും ഈ ക്രിസ്ത്യൻ സഭയ്ക്ക് അകത്ത് നിൽക്കുന്നവരും ഒക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ മുനമ്പം വിഷയത്തിനകത്ത് എടുത്ത നിലപാട്. ഈ മുനമ്പം വിഷയത്തിനകത്ത് ഇത്രയും ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ അതിനകത്ത് 10-200 ഹിന്ദുക്കളുണ്ട്. ആ ക്രിസ്ത്യാനികൾ, അത് സാധാരണക്കാർ, മത്സ്യത്തൊഴിലാളി, അവർ ഈ ചില കോൺഗ്രസിന്റെ ഒക്കെ ഭാഗമായിട്ട് അവരുടെ രാഷ്ട്രീയമായിരിക്കും, ഒരു പക്ഷേ സാധാരണ. ഇതിനകത്ത് നമ്മൾ ദീർഘമായിട്ട് ഇറങ്ങി പരിശോധിക്കുമ്പോൾ പല പള്ളിയിലച്ഛന്മാരും പല മതമേലധ്യക്ഷന്മാരും ഈ പറയുന്ന കുഞ്ഞാടുകൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. അവരുടെ ബന്ധുക്കളായിട്ടുള്ള ചില അവരുടെ നാളത്തെ ഭാവിക്ക് വേണ്ടി ഈ പറയുന്ന ചില കാര്യങ്ങൾ ചവിട്ടിപ്പിടിക്കുന്നില്ല. നാളെ കാലത്തെ ഈ ഹൈബീഡൻ ഉദാഹരണം പറയാം, അല്ലെങ്കിൽ വേറെ ചില MP-മാർ, ഇവരൊക്കെ ഈ പറയുന്ന പള്ളിയിലച്ഛന്റെയും അല്ലെ തിരുമേനിയുടെ ഒക്കെ ഏതെങ്കിലും മകയുടെ അമ്മാവന്റെ മോനോ അമ്മാച്ചിയുടെ മോനോ ഒക്കെ ആയിരിക്കും പള്ളിക്കകത്ത് ഇതുപോലെ ഇലക്ഷൻ വരുന്ന സമയത്ത് വിളിച്ചു പറയും അമ്മാച്ചന്റെ മോനാണെന്ന് അവരറിയുന്നില്ലല്ലോ. നമ്മളുടെ പള്ളിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ഹൈബീഡനെ ഈ പ്രാവശ്യം നമ്മൾ വോട്ടിന് പോകുമ്പോൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കുരിശിന്റെ അടുത്ത് യേശുവിന്റെ അടുത്ത് എന്നാ പറയുന്നത്. അപ്പൊ ഈ പാവത്തുകൾ ആയിരിക്കും യേശുവിന്റെ അടുത്ത് എന്ന് പറയുന്നത്, ഓർത്തില്ലെങ്കിൽ അവർക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഈ നിരന്തരമായിട്ട് ഈ ചില പള്ളിയിലച്ഛന്മാരുടെ വ്യക്താക്കളായിട്ടുള്ള അവരുടെ ഭാഗമായിട്ടുള്ള അവരുടെ ഒക്കെയുള്ള ഈ പറയുന്ന MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ നിർഭാഗ്യവശാൽ ഈ പറയുന്ന ക്രിസ്ത്യാനികളുമാണ്. അപ്പൊ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനിയുടെ മാത്രം വോട്ട് പോരാ. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് ഈ കുഞ്ഞാടുകളുടെ ഭാഗമായിട്ട് നിന്നാൽ നമ്മുടെ ചെറുക്കൻ MP നാളെ ആവുമോ എന്നുള്ള ആശങ്ക കൊണ്ട് ഈ മുനമ്പം വിഷയത്തിൽ തന്നെ ആ സമരം ഏറ്റെടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ പല മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴും ആ സമരത്തിന് വേണ്ട രീതിയിൽ ആ സമരം ഏറ്റെടുക്കുന്നതിന് മതമേലധ്യക്ഷന്മാർ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് ആ സമരം ഇപ്പോഴും വൈകുന്നതിന്റെ കാര്യം. അല്ലെങ്കിൽ ആ സമരം ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഭാഗമായിട്ടിരിക്കുന്ന എല്ലാ സഭയുടെയും കൂട്ടായ്മയിലുള്ള ഒരു തീരുമാനവും അവരുടെ ഒരു പോക്കും ഒരു യോജിപ്പും അതിന്റെ പുറകിൽ ഉണ്ട് എന്ന് വന്നു കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കാര്യത്തിനകത്തും അവരുടെ അഭിപ്രായത്തിനകത്തും മറിച്ചൊരു അഭിപ്രായം പറയാൻ ധൈര്യപ്പെടത്തില്ല. അപ്പം ആ ഒരു ധൈര്യം കാണിച്ച PC ജോർജിനെ കൃത്യമായിട്ടും അവരുടെ സഭയുടെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെയും ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിന് വലിയ വലിപ്പത്തിലുള്ള ഒരു കാര്യമുണ്ട്. ഈ പള്ളിയിലച്ഛന്മാരല്ലല്ലോ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ. കയ്യേലുണ്ടാവുന്ന പള്ളിയിലച്ഛന്മാരും 10,000-കണക്കിന് വിശ്വാസികളുമുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹവും. ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവരുടെ അഭിപ്രായം ഉയർത്തിപ്പിടിക്കാൻ സമൂഹത്തിൽ അത് ഉയർത്തിപ്പിടിച്ച് അത് ശരിയാണ്, അത് ആര് ഉയർത്തിപ്പിടിക്കുന്നോ അവരുടെ കൂടെ ആവണം നമ്മൾ നിൽക്കേണ്ടതെന്ന് PC ജോർജ് പറയുമ്പോൾ, PC ജോർജിന്റെ പറച്ചിലിന് സഭയുടെ പിന്തുണയുണ്ടാകുമ്പോൾ ആ സഭയ്ക്കകത്ത് സുഡാപ്പിയാണ് എന്ന് കാസ പറയുന്ന ഈ ചേലക്കാടൻ അതൊരു പക്ഷെ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ചേലക്കാടനെ പൊളിച്ച് അടിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത്. ചേലക്കാടൻ എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയാത്തവർക്ക് ചേലക്കാടൻ സഭയ്ക്കകത്തെ ഒരു സുഡാപ്പിയാണെന്നാണ് PC ജോർജും കാസയും
മറ്റ് മതമേലധ്യക്ഷന്മാരും ഇപ്പം അവരുടെ വിശ്വാസികളും ഒക്കെ പറയുന്നത് ഏതായാലും ചേലക്കാടൻ ഇനിയും ഏതെങ്കിലും സുഡാപ്പി സംവിധാനത്തിന്റെ കൂടെ ചേർന്ന് ഇപ്പൊ പറ്റുന്നത് പരസ്യമായിട്ട് പറ്റി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നല്ലതെന്നാണ് ഇതുവരെയുള്ള അന്തരീക്ഷത്തിൽ മനസ്സിലാകുന്നത്. നമുക്കിതിനകത്ത് വെളിയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളും അതിന്റെ അഭിപ്രായങ്ങളും ഒക്കെയാണ്. ചേലക്കാടൻ സുഡാപ്പിയാണോ എന്ന് നമ്മൾ ദീർഘമായിട്ട് ചോദിച്ചാൽ സുഡാപ്പി ആണോ അല്ലയോ എന്ന് പറയുന്ന നമുക്കറിയത്തില്ല. ഏതായാലും ഇതുവരെ കണ്ട കഥയും തിരക്കഥയും ഒക്കെ പരിശോധിക്കുമ്പോൾ ചേലക്കാടന് എന്തൊക്കെയോ ചില താല്പര്യങ്ങളുണ്ട്. അത് മുസ്ലിം ഈ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.